ഇവിടെ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഈ ഒരു സെറ്റിങ്സ് വൈറ്റ് സ്റ്റുഡിയോയിൽ നമ്മളിപ്പോൾ വൈറ്റ് സ്റ്റുഡിയോ അല്ല ഓൾറെഡി യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് ഫീൽഡിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ഈ ഓപ്ഷൻ ഓൾറെഡി ഞാൻ കുറേ ദിവസമായി വന്നിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്, എല്ലാവർക്കും വന്നിട്ടുണ്ടാവും ഈ ഓപ്ഷൻ എന്താണ് ഉപയോഗിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇതെങ്ങനെ യൂസ് ആക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അപ്പോൾ യൂസ് ആക്കുന്നതിനെ കുറിച്ചിട്ട് കുറേ ആൾക്കാർ ഓൾറെഡി ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ട് മോണിറ്റൈസേഷൻ ഇന്ന് മോണിറ്റൈസേഷൻ കിട്ടിയ ചാനലിൽ വരെ ഓൾറെഡി ഇങ്ങനത്തെ ഷോർട്സ് ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ ഇതിൽ ചെയ്ത് അപ്പോൾ ചിലവർക്ക് അറിയുന്നുണ്ട്, ചിലവർക്ക് അറിയില്ല എങ്ങനെയാണ് ഇത് വീഡിയോ ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. അപ്പം ഞാനിതിലിപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഷോർട്ട് ഫീൽഡിൽ ഈ AI ഫീച്ചർ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഓൾറെഡി AIൻ്റെ കാലഘട്ടമാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഓൾറെഡി AI ഫീച്ചർ ഉപയോഗിച്ചിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടണമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് വേറെ AI ഉപയോഗിച്ചിട്ടുള്ളതാണ് വീഡിയോ ഇടുന്നുള്ളത്. അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് യൂട്യൂബ് ഷോർട്ട് ഫീൽഡിന് വേണ്ടിയിട്ട് മാത്രം ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കുറേ ആയി ഇത് വന്നിട്ട്, എനിക്കെല്ലാം നേരത്തെ കിട്ടീന്. അപ്പോൾ ഇതിപ്പോൾ വീഡിയോ ഇടാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ് വീഡിയോ ഇടേണ്ടതെന്ന് ഞാൻ അതിന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിപ്പോൾ എങ്ങനെ ചെയ്യാമെന്നാണ് ഇത് പഠിക്കേണ്ടത്. ഇപ്പോൾ വൈറ്റ് സ്റ്റുഡിയോയിൽ ഇപ്പോൾ കുറേ ആൾക്കാർ ഇത് ഷോർട്ട് ഫീൽഡിൽ വീഡിയോ ഇടുന്ന സമയത്ത് ഷോർട്ട് ഇവിടെ താഴത്ത് കാണിക്കുന്നുണ്ടല്ലോ, ഷോർട്ട് വീഡിയോസ് ലൈവ് ഇതൊക്കെ കാണിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് സെറ്റിങ്സ്. അപ്പോൾ അതിലെന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഷോർട്ട് ഫീൽഡിലേക്ക് പോകട്ടെ. ഷോർട്ട് ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിത് ഓൾറെഡി ഇവിടെ കാണിക്കും. അതല്ലാതെ ലോങ് ഫീൽഡിലേക്കൊന്നും പോയി കഴിഞ്ഞാൽ കാണിക്കത്തില്ല. അപ്പോൾ ഷോർട്ട് ഫീൽഡ് ഞാൻ ഓൾറെഡി ഈ വീഡിയോ എഡിറ്റ് ചെയ്യാതെയാണ് ഇടുന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യണോ എഡിറ്റ് ചെയ്യണോ 2-3 മണിക്കൂർ ടൈം എടുക്കുന്നു. അപ്പോൾ അതിനൊന്നും സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ ചിലപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടായിരിക്കും ഡയറക്റ്റ് ഇടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയമുള്ളവർ കാണാം, അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കാണാം, എന്തെങ്കിലും ചെയ്യാം. എന്താ വെച്ചാൽ എൻ്റെ സമയം പരിധി കൊണ്ടാണ് ഞാൻ ഓൾറെഡി ചെയ്യുന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് അറിയിക്കണേ വേണം, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരണം വേണം. അപ്പം ഞങ്ങൾക്ക് ഓൾറെഡി എഡിറ്റ് ചെയ്യാൻ ഇനിയൊന്നും സമയമില്ലാത്തത് കൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർ, നിങ്ങൾക്ക് ആവശ്യമുണ്ട്, വീഡിയോസ് കാണാൻ ആവശ്യമുണ്ട്, ഇതെന്തെങ്കിലും ഉപകാരം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ കണ്ടൻറ്റിനെ കുറിച്ചിട്ടായിരിക്കും ഞാൻ കൂടുതൽ ഇടുന്നുള്ളത് തന്നെ. അപ്പോൾ ഞാൻ ഒരു 2-3 വീഡിയോസ് ഓൾറെഡി പെൻഡിങ് ആയിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ ഓൾറെഡി ഇടുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് ഇതിൽ പറയുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ടാവും. ഒന്ന് ക്രിയേറ്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും വന്നിരിക്കുക. രണ്ടാമത് എന്താണെങ്കിൽ മാസ്ക് മീ മൂവ്. മൂവ് നമ്മൾ എന്തെങ്കിലും വീഡിയോസ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഞാൻ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിരുന്നതിന് മനസ്സിലാവത്തുള്ളൂ. അതിനുശേഷം ഫോട്ടോ ടു വീഡിയോ. അപ്പോൾ 3 ഓപ്ഷൻ ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന സെക്ഷൻ വന്നിട്ടുണ്ട്. മ്യൂസിക്. കുറേ സെക്ഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യാം, അതിൻ്റെ താഴത്ത് നമുക്ക് കുറേ ടാംപ്ലേറ്റ്സുകൾ തന്നിട്ടുണ്ട്. ടാംപ്ലേറ്റ്സുകൾ എന്ന് പറഞ്ഞാൽ കുറേ വീഡിയോസ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഈ വീഡിയോസ് ഇങ്ങനെ മാറി വരും കേട്ടോ. ചില സമയത്ത് ഓരോ വീക്കിൽ ഇത് അപ്ഡേഷൻ ആയിക്കൊണ്ടുണ്ടാകുന്നു. അപ്പം ഞാൻ ഓൾറെഡി ഇത് വീഡിയോസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന്, എങ്ങനെ ഫോട്ടോ ടു വീഡിയോ ഇമേജ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നെല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഡീറ്റെയിൽസ് ആയിട്ട്. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഓൾറെഡി ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് വേണം, ഈ വീഡിയോസ് എനിക്ക് വേണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഈ ടാംപ്ലേറ്റ്സ് എടുക്കാം. ഈ ടാംപ്ലേറ്റ്സ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഫുള്ള് ഇതിൻ്റെ ടാംപ്ലേറ്റ്സ് ഇവിടെ കിട്ടും. ടാംപ്ലേറ്റ്സ് കിട്ടും. അതിന് ശേഷം നമുക്ക് ഇവിടെ ഏത് മോഡലാണ് വേണ്ടത് എന്നെല്ലാം ഓൾറെഡി ഇവിടെ കാണിക്കുന്നുണ്ട്. ക്യാറ്റ്. ഏത് മോഡലാണ് നമ്മൾ ക്യാറ്റിൻ്റെ പിക്ചറാണ് വരുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഏത് മോഡലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മോഡൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നോ എന്ന് വേണമെങ്കിൽ നോ അടിച്ചു കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാറ്റിൻ്റെ പിക്ചർ ഇട്ട് കൊടുക്കുക. പിക്ചർ എടുത്തതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരിക. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പ്രോപ്പറായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു ക്യാറ്റിൻ്റെ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഡിമ്മായിട്ടാണ് വന്നിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് വേണ്ട. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ കുറച്ച് കളർഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒന്ന് എടുക്കാം കേട്ടോ. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇത് കൊടുക്കാം കേട്ടോ. എങ്ങനെ വരുന്നുണ്ട് നോക്കാം, എന്ത് വരുന്നുണ്ട് നോക്കാം. അപ്പം ഞാനിതിൽ തെറ്റിയതും അത് രണ്ടാമത് ശരിയാക്കേണ്ട. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഓൾറെഡി കിട്ടി. അപ്പോൾ നമുക്ക് ഇത് നല്ല അടിപൊളിയൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടി. അപ്പം നമുക്ക് യൂസ് ഇമേജിൽ ക്ലിക്ക് ചെയ്യാം. യൂസ് ഇമേജിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്മുടെ ഫോട്ടോസ് ജസ്റ്റ് ഒന്ന് ഇവിടെ
ഓക്കെ, ക്യാമറ ഫേസ് കാണിച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യുക, ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് വരുന്നുള്ളത് നോക്കാം. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിലാണ് ആ ഇമേജ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ എവിടെയെങ്കിലും ഇപ്പം ഞാൻ ഓൾറെഡി സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് എടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മലയിൽ പോയിട്ട് ഡാൻസ് കളിക്കുന്ന രൂപത്തിലായിരിക്കും കിട്ടുന്നത്. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ ഇവിടെ റൂമിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എൻ്റെ ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് മൊത്തം റിമൂവ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ എൻ്റെ ഫേസാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ കുറച്ച് ലോങ് ഒന്ന് ഷൂട്ട് ചെയ്യുന്ന വേറെ ആൾ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോസ് ഇവിടെ വരും കേട്ടോ. ഇവിടെ ഈ മഞ്ഞുമലിൻ്റെ നടുവിലായിരിക്കും വരുന്നുള്ളത്. അപ്പോൾ അതിന് ശേഷം നമുക്കിത് ബാക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്കപ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ വേറെ ബാക്ക്ഗ്രൗണ്ട് എടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും വീഡിയോസ് ഇടണോ, നമുക്കിപ്പോൾ വേറെ ഏതെങ്കിലും ഫോട്ടോസ് ഇടണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോസ് ഇട്ട് കാണിച്ചു തരാം നിങ്ങൾക്കിവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോസ് ഏതെങ്കിലും ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവായ ഒരു പെൺകുട്ടീൻ്റെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, അപ്പോൾ ഒരു ഫോട്ടോസ് ഇട്ടതിന് ശേഷം ഡെണ്ണ് കൊടുക്കുമ്പോഴത്തേക്കും ഓൾറെഡി എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ഓൾറെഡി ഫോട്ടോ ഇട്ട് അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അത് ഡയറക്റ്റ് അപ്ലോഡിലേക്കാണ് പോകുന്നത്, ഡിസേബിൾ ആക്കാം. ഓക്കെ, അതിനുശേഷം നമുക്കതൊന്നും ഫോട്ടോ അപ്ലോഡ് ചെയ്ത് ഈ PNG അല്ലാത്തത് കൊണ്ട് നമുക്കത് കിട്ടുന്നില്ല. PNGയിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ കുറച്ച് ഇതായിട്ടുള്ളത് ഇടണം കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ബാക്കപ്പ് പോകുന്നുണ്ട്. ബാക്കപ്പ് പോയതിന് ശേഷം ക്യാൻസൽ കൊടുക്കുക, ബാക്കപ്പ് പോവുക. ഓക്കെ, ബാക്കപ്പ് പോയി കഴിഞ്ഞാൽ ബാക്കപ്പ് പോയി. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്കിത് ഇതിൽ പോവാം, എയിൽ പോയിട്ട് നമുക്ക് ഏത് ഫോട്ടോസാണ് വേണ്ടത് അതൊന്ന് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് കിട്ടുക. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഒരു ക്യാറ്റുണ്ട്. ഈ ക്യാറ്റിൻ്റെ ഓൾറെഡി ഒരു ഫോട്ടോ ഈ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത് എൻ്റെ ഒരു ഫോട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഫോട്ടോ എൻ്റെ ഒരു ഫോട്ടോ കാണുന്നില്ലല്ലോ. ഫോട്ടോ വീഡിയോസ് എന്തായാലും ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഓക്കെ, വീഡിയോ ഇട്ടെടുത്താലും കുഴപ്പമൊന്നുമില്ല. നോക്കട്ടെ എങ്ങനെ വരുന്നത് നോക്കാം. നമുക്ക് ആദ്യം ട്രൈ അല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസെല്ലാം ഇതിൽ ക്രിയേറ്റ് ചെയ്തിന് ഇപ്പോൾ വേറെ രൂപത്തിലാണ് കാണിക്കുക. അപ്പം നമുക്ക് ഓരോ രൂപത്തിലും മാറി വരും കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഫോട്ടോസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഒരു ഫോട്ടോസ് ഓൾറെഡി ഇട്ട് കൊടുത്ത് ഞാൻ. എൻ്റെ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി തംബ്നെയിലിന് എടുത്തു വെച്ച ഫോട്ടോസായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ താഴത്ത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് താഴത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് എനിക്ക് ഓൾറെഡി ഇംഗ്ലീഷ് വായിച്ച് അർത്ഥം മനസ്സിലാക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുക, ഞാൻ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മനസ്സിലായി. ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത് ഓൾറെഡി ഇതിൽ കാണിക്കുന്നുണ്ട്. മൈൻ ഓപ്ഷൻ യുവർ പിക്ക് മൈക്രോഫോൺ ആൻഡ് ഫണ്ണി സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൻ്റെ. ഓക്കെ, അപ്പോൾ എങ്ങനെ കിട്ടുന്നുണ്ട് നോക്കാം. ജസ്റ്റ് ഒന്ന് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് ചെയ്യുക. ഓക്കെ, കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വരുന്നത് നമുക്ക് നോക്കാം കേട്ടോ. ഒന്ന് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം നമുക്കിതുപോലെ യൂട്യൂബിൽ തന്നെ ഈ AI ഫീച്ചർ വെച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇമേജ് മാജിക്കൽ മൂവ്മെൻ്റ് ആക്കാൻ. നമുക്കിപ്പോൾ മാജിക് അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് മാജിക് ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ വരെ ഇതിൽ ഫീച്ചർ ഉണ്ട്. നമ്മൾ പ്രോംപ്റ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് പ്രോംപ്റ്റൊക്കെ ഇതിൽ ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട് നമുക്ക്. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റും. അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഓൾറെഡി പറഞ്ഞുതരാണ്. ഇങ്ങനെ ഓൾറെഡി കുറേ വീഡിയോസ് ഹിന്ദി ചാനലുകളെല്ലാം ഞാൻ കുറേ കണ്ടിട്ടാ. ഇങ്ങനത്തെ വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ Why don't scientists trust atoms? Because they make up everything. It's a classic, but it still gets a chuckle every time I tell it in the crowd. It's truly amazing. Why don't scientists trust atoms? Because they make up everything. It's a classic, but it still gets a chuckle every time I tell it in the crowd. It's truly amazing. Okay. Why don't scientists trust atoms? Because they make up everything. It's a classic, but it still gets a chuckle every time I tell it in the crowd. It's truly amazing. Why don't scientists trust atoms? അപ്പോൾ നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒന്നുകൂടി ട്രൈ ചെയ്യാം. ജസ്റ്റ് ട്രൈയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒന്നും കൂടി വേറെ രൂപത്തിൽ കിട്ടും കേട്ടോ. എന്താണ് വരുന്നുണ്ടെന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നുള്ളതെന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഓൾറെഡി അത്
ആയിക്കൊണ്ടിരിക്കുകയാണ്, ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്താണ് വരുന്നത് നോക്കാം. എനിക്ക് ഇംഗ്ലീഷ് പോലും അറിയാത്ത തന്നെ ഓൾറെഡി ഇംഗ്ലീഷ് സ്പീച്ചറാക്കി മാറ്റി. ഓക്കെ, അപ്പോൾ അത്രയ്ക്കും പവർഫുള്ളാണത്. നിങ്ങൾക്കിപ്പോൾ ഇപ്പം നിങ്ങളുടെ ചാനൽ വേറെ ആർക്കും അറിയാമെന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷിൽ പോകട്ടെ. നിങ്ങൾ മലയാളം പറയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അതിൽ ഫോട്ടോ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇപ്പോൾ വേറൊരു വീഡിയോ കിട്ടും. And I accidentally you cake the look on everyone instead of sugar. Moinke naam patkan. And I accidentally you cake the look on everyone instead of sugar. Moinke naam patkan. എന്തോ ഒരു ഡയലോഗ് പറയാണ്. ഓക്കെ, എന്നാലും അത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും വേണ്ട. അതിനുശേഷം രണ്ടാമത്തെ ഒരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് വരാം കേട്ടോ. ഡയറക്റ്റ് ആ ബാക്കിൽ അമർത്തി കഴിഞ്ഞാൽ ബാക്കോട്ട് പോകും. ഡയറക്റ്റ് അപ്ലോഡൊന്നും ആവത്തില്ല. നിങ്ങൾ അപ്ലോഡ് ചെയ്യാണ്ട് അപ്ലോഡ് ആവത്തില്ല കേട്ടോ. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതെല്ലാം സെർച്ച് ചെയ്ത് വെറുതെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് വേണമെന്നുണ്ടെങ്കിൽ ഇടാം, അതല്ലാണ്ടെങ്കിൽ വേറെ ട്രൈ ചെയ്ത് നോക്കാം, അങ്ങനെയൊക്കെ ഇടാം. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് സമയം മെനക്കെടുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ എത്ര സമയം നമ്മൾ കളയുന്നുണ്ട് അങ്ങനെ. അല്ലാണ്ട് കറക്റ്റ് ഒരു പ്രോപ്പറായിട്ട് നമുക്കൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ നടക്കത്തൊന്നുമില്ല. നമുക്ക് കുറേ പ്രാവശ്യം ട്രൈ ചെയ്താലാണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് നമ്മളത് സക്സസ് ആയി കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വന്നാൽ മാത്രമാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാറില്ല. ഈ വീഡിയോ അങ്ങനെയല്ല കേട്ടോ. ഈ വീഡിയോ ഡയറക്റ്റ് ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കാണിച്ചു. ഓ, ഇതൊരു മാജിക് കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, സൗണ്ടൊന്നുമില്ല, എന്നാലും മാജിക് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക, ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്തതിന് ശേഷം എൻ്റെ ഷോർട്സിലുണ്ടാവും കേട്ടോ. ഞാൻ ഓൾറെഡി അത് അപ്ലോഡ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ ഒരു എന്തെങ്കിലും ഒരു ക്യാപ്ചർ കൊടുക്കാം കേട്ടോ. എന്താണോ ടൈറ്റിൽ കൊടുക്കുന്നത്, യൂമി ബ്ലോഗ് മാജിക് ഓക്കെ, മാജിക് അയ്യോ യൂമി ബ്ലോഗ് ഓക്കെ, മാജിക് റിങ്. ഓക്കെ, മാജിക് റിങ് എന്നിട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് എന്തെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ ഞാൻ കൊടുത്തു. ഓൾറെഡി ഞാൻ പബ്ലിക് ആക്കുന്നുണ്ട്. പബ്ലിക് ആക്കിയിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഒന്നുമില്ല, ആ ഷോർട്ട് ഓൾറെഡി പോയി കഴിഞ്ഞു കേട്ടോ. ആ ഷോർട്സ് ഓൾറെഡി പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു ഷോർട്സ് ഇടണമെന്ന് വിചാരിച്ചോ. ഷോർട്സ് ഇടണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക, രണ്ടാമത് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അത് മോതിരത്തിൻ്റെ ഓൾറെഡി കിട്ടിയല്ലോ നമുക്ക്. അതിനുശേഷം വേറെ പല മാജിക്. ഇപ്പോൾ ഇതൊരു മാജിക് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാജിക് കണ്ടല്ലോ, നിങ്ങൾ കണ്ടില്ല ഷോർട്സ് പോയാൽ നിങ്ങൾ കണ്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ഷോർട്സ് എടുക്കുന്നുണ്ട്, AI ഫീച്ചർ എടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു മാജിക്കിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഈ സാധനം കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് അത് കിട്ടുന്നില്ല കേട്ടോ. അത് ഫയലിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കിട്ടുമൊന്നുമില്ല, ചിലത് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് കൊടുക്കുക. ബാക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അതിൽ തന്നെ പോകേണ്ടി വരണം കേട്ടോ. അത് ഓക്കെ, ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ഒരു ഫയല് നമുക്ക് ഇതിൽ വേറെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടത് നോക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഓക്കെ, സ്മോക്കി എന്തൊക്കെയോ വരുന്നുണ്ട്, അതും കിട്ടുന്നില്ല. അപ്പോൾ വേറെ എടുക്കാം. ഓക്കെ, കിട്ടാത്തത് അത് ചിലപ്പോൾ അത് എക്സ്പയർ ആയിട്ട് വേറെ വരുമായിരിക്കും കേട്ടോ. ഇതൊന്നും എടുത്ത് നോക്കാം എന്ത് സംഭവമെന്ന്. ഓക്കെ, റെക്കോർഡിങ് സ്റ്റാർട്ട് ഫ്രോം. ഓക്കെ, അതും കിട്ടുന്നില്ല. അതിനുശേഷം വേറെ അങ്ങനത്തെ ചിലതെല്ലാം കിട്ടും. എൻ്റെ ഇവിടെ സ്റ്റാർട്ടിങ് റെക്കോർഡാവുന്നത് കൊണ്ടാണെന്ന് അറിയത്തില്ല. ഇവിടെ എൻ്റെ ഡിസ്പ്ലേ സ്ക്രീൻ റെക്കോർഡാകുന്നത് കൊണ്ടായിരിക്കാനാണ് സാധ്യത കൂടുതൽ ഞാൻ കാണുന്നുള്ളത് കേട്ടോ.
അപ്പോൾ അത് വേണ്ട. അതിന് ശേഷം നെക്സ്റ്റ് എടുക്കാം. അല്ല, അത് ശരിയാണ്. ഇത് സംഭവം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്തോണം കേട്ടോ. നമ്മൾ വീഡിയോസ് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിങ്ങനെ റെക്കോർഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളിത് വീഡിയോ റെക്കോർഡ് ചെയ്ത് എങ്ങനെ കിട്ടുന്നുണ്ടോ കേട്ടോ. ജസ്റ്റ് ഒന്നത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ കാണിക്കും. ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് വീഡിയോ റെക്കോർഡായിട്ട് മാജിക്കായിട്ട് വരും കേട്ടോ. ഇപ്പോൾ എങ്ങനെയാണോ നമ്മൾ നേരത്തെ ആ വീഡിയോയിൽ കണ്ടത് ആ രൂപത്തിലായിരിക്കും വരുന്നുള്ളത്. ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇങ്ങനെയായി വന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേറെ രൂപത്തിലാക്കാൻ പറ്റും. ഞാൻ ഓൾറെഡി അത് ഇങ്ങനെ ഇട്ടത് കൊണ്ടാണ്. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് അങ്ങനത്തെ ഷോർട്സ് ഒക്കെ ഇടാം, ട്രൈ ചെയ്യാം. ഇനിയിപ്പോൾ അത് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്കപ്പ് പോയിട്ട് നമുക്ക് അത് രണ്ടാമത് റെക്കോർഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഓൾറെഡി എൻ്റെ കൈയെല്ലാം വെച്ചിട്ട് കുറച്ച് നേരെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ മൊബൈലിടെ വെക്കുന്നുണ്ട്. മൊബൈലിടെ വെച്ചിട്ട് ഞാൻ കുറച്ച് ലോങ് ഒന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലൈവാണിത്, അതുകൊണ്ടാണ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കുഴപ്പമൊന്നുമില്ല. മൊബൈൽ വീഴാൻ പോയി നിൽക്കുന്നില്ലല്ലേ ഇത്. ഓക്കെ, ഞാൻ ഓൾറെഡി വേറെ രീതിയിൽ റെക്കോർഡ് ചെയ്തേട്ടാ. ഓൾറെഡി എങ്ങനെ വരുന്നുണ്ട് നോക്കാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. കുറച്ച് വീഡിയോ ലോങ് ആയിരിക്കും. ഞാൻ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം കണ്ടാലും മതി. അതല്ല ഫുള്ള് കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഫുള്ള് കണ്ടാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് ഓൾറെഡി ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തന്ന് ഞാനൊരു വീഡിയോ കൂടി റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത് എങ്ങനെയാണ് ഇത് വരുന്നുള്ളത് നോക്കാം. ഓക്കെ, അതാ കണ്ട മാജിക്. എൻ്റെ കണ്ണിൻ്റെ പവർ കണ്ട. എൻ്റെ കണ്ണിൻ്റെ പവറിൽ മാജിക് ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി. ഓക്കെ, അങ്ങനെ ട്രൈ ചെയ്യാം. ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അത് വേണ്ട. ഓക്കെ, അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്യാത്ത വീഡിയോസാണ് ഇത്. എൻ്റെ ഈ വീഡിയോയിൽ ആവശ്യമില്ല ഇത്. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് ബാക്കപ്പ് പോയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, വേറെ ഒന്നും എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി ഇതെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെടുത്തതിന് സമയത്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഒരു ഇമേജ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഇമേജ് ഇടണമെന്നുണ്ടെങ്കിൽ ഒരു ഇമേജ് ഇട്ട് കൊടുക്കാം. ഇമേജ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ക്രിയേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ആ മങ്കിൻ്റെ കൂടെ, മങ്കിയല്ലല്ല, എന്താണത്, കരടിൻ്റെ കൂടെ ഡാൻസ് കളിക്കുന്ന ആ പെൺകുട്ടീനായിരിക്കും ഇപ്പോൾ കിട്ടുന്നുള്ളത്. ജസ്റ്റ് ഒന്ന് നോക്കാം. ഗോ ബാക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ വേറൊരു ഫോട്ടോ കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ അവിടെ വേറൊരു കരടീൻ്റെ ഫോട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 വീഡിയോ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ 2 വീഡിയോ ഒരുമിച്ചാക്കിയിട്ട് നമുക്ക് ഡാൻസ് കളിക്കുന്ന രൂപത്തിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇട്ട് കൊടുത്തത് ഫോട്ടോസ് ഒന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നായതുകൊണ്ട് ആ കരടി ഓൾറെഡി, അല്ലാന്നുണ്ടെങ്കിൽ ആ കരടീൻ്റെ കൂടെ തന്നെ കിട്ടാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓൾറെഡി കിട്ടുന്നില്ല. അത് കിട്ടുന്നില്ലെങ്കിൽ ബാക്ക് പോയിട്ട് ആ കരടീൻ്റെ ഫോട്ടോ ഓൾറെഡി അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യുക, നേരെ ബാക്ക് പോയിട്ട് വേറെ എടുക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നേരെ ഫുള്ള് കാല് നമ്മളെ ഫുള്ള് ഉള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടും കേട്ടോ. ചില സമയത്ത് അങ്ങനെ വരാറുണ്ട്. ചിലപ്പോൾ അതിൽ കാല് ഉണ്ടാവില്ല, കൈ ഉണ്ടാവില്ല. അങ്ങനത്തെ ഫോട്ടോസ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കിട്ടത്തില്ല കേട്ടോ. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എങ്ങനെ കിട്ടും നോക്കാം. ഇതിൽ ഓൾറെഡി നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഈ വീഡിയോസ് ആണ് ഇതിപ്പോൾ ഈ ഒരു വീഡിയോസ് എന്ന് വിചാരിച്ചോ. ഈ വീഡിയോസിൽ ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫോട്ടോ ഇട്ട് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരാൻ സാധ്യതയുണ്ട്. അത് വേറൊരു രൂപത്തിലായിരിക്കും വരുന്നത് നമുക്ക് കേട്ടോ. ഇപ്പോൾ ഓൾറെഡി അത് വരുന്നുണ്ട്, പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് തരും ഓട്ടോമാറ്റിക്കലി. നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഫോട്ടോ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി വരും കേട്ടോ. ഇനി ഫോട്ടോ ടു വീഡിയോ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഇതൊന്ന് നോക്കാം, ഇതെങ്ങനെ വരുന്നുണ്ട് നോക്കാം. ഓക്കെ, വെയിറ്റ് ചെയ്യാം. കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. നോക്കട്ടെ എങ്ങനെ വരുന്നുണ്ട്.
ഓക്കെ, അതേ ഇത് വേറെ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതേ വീഡിയോ ആണ്, പക്ഷെ വേറെ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. സൗണ്ട് എഫക്ട്സ് ഇതൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം പ്രോസസ്സിങ് വരും. പ്രോസസ്സിങ് വരുന്നതിന് ശേഷം നമുക്ക് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇനിയൊന്നും കോപ്പിറൈറ്റ് സ്ട്രൈക്കൊന്നും കിട്ടത്തില്ല കേട്ടോ. മാജിക് AI വീഡിയോ, ഞാൻ ഓൾറെഡി AI വീഡിയോ എന്ന് പറഞ്ഞിട്ട് ക്യാപ്ഷൻ കൊടുത്തിട്ടാണ് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് വേറൊരു കാര്യമുണ്ട്. ഞാൻ ഓൾറെഡി എൻ്റെ ചാനലുണ്ട് കേട്ടോ, ഇതൊക്കെ എൻ്റെ ചാനലിലുണ്ട്. അതിന് ശേഷം നമുക്ക് വേറൊരു വീഡിയോ എടുക്കാം, ഷോർട്സ് എടുക്കുക. ഷോർട്സ് എടുത്തതിന് ശേഷം ഇവിടെ വേറൊരു വീഡിയോ. നമുക്ക് ഈ രണ്ടാമത്തെ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഓക്കെ, മേക്ക് മീ മൂവ്. ഓക്കെ, മൂവ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കുറേ ഡാൻസ് കളിക്കുന്ന വീഡിയോസ്, ഫോട്ടോസ്, ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഫോട്ടോസ് വരുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതിപ്പോൾ 36 ഡിഗ്രി പമ്പ്. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഫോട്ടോസ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളെ ഫോട്ടോസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഞാൻ ഓൾറെഡി വേറൊരു ഫോട്ടോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫോട്ടോസ് ഇപ്പോൾ കാലൊന്നും ഫുള്ളില്ല, പകുതിയേ ഉള്ളൂ. അരക്ക് മുകളിലുള്ള ഫോട്ടോസാണ് കൂടുതലുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു ഫോട്ടോ, എൻ്റെ ഫോട്ടോ ഇവിടെ പോയി. എൻ്റെ ഫോട്ടോ ആണെങ്കിലും ഇതിൽ പൂർത്തിയായിട്ടുണ്ടാവില്ല. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, ഞാനൊരു ഫോട്ടോ ഇട്ട് കൊടുക്കുന്നത് എങ്ങനെ വരുന്നു നോക്കാം കേട്ടോ. ട്രൈ ചെയ്യാം. നിങ്ങൾ ഫുൾ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഫുൾ ഫോട്ടോസ് ഇട്ടത്. എൻ്റെ ഫുൾ ഫോട്ടോസ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ഇത് ഇട്ട് കൊടുത്തത്. എങ്ങനെ വരുന്നുണ്ട് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഫുൾ ഫോട്ടോസ് ഉള്ളത് ഞാൻ ഇട്ട് കൊടുക്കാം. നോക്കട്ടെ എന്ത് സംഭവം, എങ്ങനെ വരുന്നുണ്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി ഇത് ജനറേറ്റ് ആകുന്നുണ്ട്. ഇങ്ങനെ ജനറേറ്റിംഗ് എന്ന് കാണിക്കുന്നുണ്ട്, എക്സ്പെരിമെൻ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, എങ്ങനെ വരുന്നുണ്ട് നോക്കാം നമുക്ക്. കുറച്ച് വെയിറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷേ ഇത് മഞ്ഞിലല്ലല്ലോ ഉള്ളത്, ഇത് വേറെ എവിടെയോ ആണ് ഉള്ളത്. ഓക്കെ, ഇതെന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല. കുഴപ്പമില്ല, എങ്ങനെയാണോ നമുക്ക് ഉദ്ദേശിച്ച വീഡിയോയിൽ കണ്ടതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മറിഞ്ഞു പോകുന്നൊന്നുമില്ല. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഡാൻസ് കളിക്കാൻ അറിയാത്തവരാണ് ഇപ്പോൾ നിങ്ങൾ. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഡാൻസ് കളിക്കാൻ അറിയുന്നില്ല. ഞാൻ ഓൾറെഡി ഈ ഡാൻസിന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കട്ടെ. ഞങ്ങൾക്ക് ഓൾറെഡി ഡാൻസ് കളിക്കാൻ അറിയത്തില്ല, ഡാൻസ് കളിപ്പിച്ച് തരും കേട്ടോ. നിങ്ങൾക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഡാൻസ് കളിപ്പിച്ചിട്ട് തരും AI. അത്ര ഓൾറെഡി ഇതിന് കഴിവുണ്ട്. നോക്കട്ടെ, ഇപ്പോൾ ഞാൻ ഓൾറെഡി ഡാൻസ് കളിക്കുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാമല്ലോ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോസാ എന്താണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് നിരന്തരമായിട്ട് 1 ദിവസം 2 ദിവസം എല്ലാം നിരന്തരം ഇട്ടിരുന്നാൽ മതി. ഓട്ടോമാറ്റിക്കലി അത് റീച്ചിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ട്രൈ ചെയ്യുന്നത്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാട്ടോ. അത് ഓൾറെഡി ഞാൻ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. ഇത് മറ്റേ ഇത് ആറാട്ടെണ്ണനെ പോലെ ആയിപ്പോയി ഡാൻസ്. അല്ല, അലൻ ജോസ് പെരേര ആരാണ് ഉള്ളത്, അവരെ പോലെ ആയിപ്പോയി ഇത് ഡാൻസ്. എന്നാലും കുഴപ്പമില്ല, എന്നാൽ അവിടെ പോട്ടെ. ഓക്കെ, അപ്പോൾ പെരേരനെ പോലെ ആയിപ്പോയി ഡാൻസ് കളിച്ചത് ഞാൻ. അപ്പോൾ കുഴപ്പമില്ല, അത് പോട്ടെ. അതിനുശേഷം വേറൊരു ഡാൻസ് ഉണ്ട് കേട്ടോ. ഇത് അടിപൊളി ഡാൻസാണ്, കുഴപ്പമില്ല. നോക്കട്ടെ ഈ ഡാൻസ് എങ്ങനെ ഉണ്ടോ. ഇത് ബ്രേക്ക് ഡാൻസാണെന്ന് തോന്നുന്നു. എന്നാലും ഞാൻ ഡാൻസ് കളിക്കുന്നുണ്ടോ നോക്കാമല്ലോ. വെറുതെ അറിഞ്ഞം പൊറിഞ്ഞോ തുള്ളൂ എന്നല്ലാതെ ഡാൻസൊന്നും കളിക്കത്തില്ല. നോക്കട്ടെ ഇതെങ്ങനെ ഡാൻസ് കളിക്കുന്നത് കാണിച്ചു തരാം. നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസിൽ ഇടുന്ന സമയത്ത് ആ പിക്ചറിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ കറക്റ്റായിട്ട് കുറച്ചിടാൻ നോക്കാം കേട്ടോ. ഒന്നെങ്കിൽ കാലെല്ലാം കറക്റ്റായിട്ട് കാണുന്നതായിരിക്കണം. കാലിന് തല മുതൽ ഫുൾ ഫോട്ടോസ് ആയിരിക്കണം. ഇങ്ങനെ ചെറിയ തല മാത്രം ഫോട്ടോസ് വീഡിയോ മാത്രം പകുതി ഒന്നും ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ആഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര പ്രോബ്ലം ആയിട്ടാ. ഇത് കുഴപ്പമില്ലല്ലോ ഡാൻസ്. ഇത് നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടാ. ഞാൻ എന്നാലും ഇങ്ങനെയൊക്കെ ഡാൻസ് കളിക്കാൻ അറിയാം നമുക്ക്. ഇത് അടിപൊളി ഡാൻസ് ആയിരുന്നു, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിനാ, എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ മൊത്തം ഇതും കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ
മൊത്തമല്ല, ബാക്ക്ഗ്രൗണ്ടിലുള്ള ഏകദേശം ഫുള്ള് വിഷ്വലും ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ നമുക്കിപ്പോൾ പകുതി ഫോട്ടോ ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. പക്ഷേ കാലും കൈയെല്ലാം ഓട്ടോമാറ്റിക്കലി AI ഓൾറെഡി അതിൽ വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ കാലും കൈയൊന്നും അല്ല, എന്നാലും കുഴപ്പമില്ല, കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഷൂ പോലും ഇട്ടിട്ടില്ല, ഞാനിവിടെ ഒന്നും ഇട്ടിട്ടില്ല, ചെരുപ്പ് ഇട്ടിട്ടില്ല, ഷൂ ഇട്ടിട്ടില്ല. പക്ഷേ ഇവിടെ ഷൂവും കാണിക്കുന്നുണ്ട്, പാൻറ്റ് കാണിക്കുന്നുണ്ട്, ജീൻസ് പാൻറ്റ് കാണിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഡാൻസ് അറിയാം, അതിന് സോങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുക. ഡണ്ണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സോങ് വരും കേട്ടോ. ഇതിൽ സൗണ്ടൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുക. ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ടോപ്പിൽ സൗണ്ട് കൊടുക്കാനുള്ള ഓപ്ഷൻസ് വരും കേട്ടോ. അപ്പോൾ ഏത് സൗണ്ടാണോ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അത് വേണ്ട, പഞ്ചാബി ഡാൻസ് ആണ് കഴിഞ്ഞ്. നോക്കട്ടെ ഏത് ഡാൻസാണ് മാച്ചാണ്. ഈ മ്യൂസിക് ഇട്ട് കൊടുക്കട്ടെ, നോക്കാം എങ്ങനെ കാണിക്കും നോക്കട്ടെ, എങ്ങനെയാണ് വരുന്നത് നോക്കട്ടെ. ഇനി വേണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാട്ടെ നമുക്ക്. ഇപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇതിൽ നിങ്ങൾക്ക് ഉണ്ടല്ലോ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എഡിറ്റിങ് ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഏത് ആ ഡാൻസ് മാത്രം വേണ്ടത്, അതിൻ്റെ ബാക്ക് ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് സ്പ്ലിറ്റ് കൊടുക്കുക. അതിന് ശേഷം ഇത് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക കേട്ടോ. ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഡാൻസ് മാത്രം വേണമെന്ന് കിട്ടും. നോക്കട്ടെ എങ്ങനെയാണ്. എഡിറ്റിങ് പരിപാടിയും കഴിഞ്ഞു. നമുക്ക് ഫുള്ള് വേണ്ട, അത്ര മാത്രം വേണ്ടത്. കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ ഡാൻസ് കളിക്കുന്നൊക്കെ അറിയില്ലായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഓൾറെഡി ഇത് അപ്ലോഡ് ചെയ്തില്ല, എനിക്ക് ഓക്കെ അപ്ലോഡ് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, അതിന് ശേഷം അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് എന്തെങ്കിലും ക്യാപ്ഷൻ കൊടുക്കുക, ഡാൻസ് നിറച്ച കൊടുക്കുക, ഡാൻസ്. ഓക്കെ, ഞാൻ അത്ര മാത്രമേ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും നിങ്ങളെ ക്യാപ്ഷൻ കൊടുത്താൽ മതി. ഞാൻ ഓൾറെഡി അത് അപ്ലോഡ് ചെയ്തേട്ടാ. അപ്ലോഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യേണ്ടത്, ഞാൻ ഓൾറെഡി അൺലിസ്റ്റഡ് ആക്കിയിട്ട് വെച്ചിട്ടുള്ളത്. അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടാമത് ഷോർട്സിൽ പോവുക. ഇനിയിപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, മേക്ക് ഇറ്റ് ടു മൂവ് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി നിങ്ങൾ എന്ത് ഫോട്ടോസാണോ ഇട്ട് കൊടുക്കുന്നത് ആ ഫോട്ടോസിനനുസരിച്ചിട്ട് അത് മൂവ് ചെയ്യും കേട്ടോ. നമ്മൾ ഫോട്ടോസ് ഇട്ട് കൊടുക്കുന്നത് ഇതിനനുസരിച്ച് മൂവ് ചെയ്യും. ഇപ്പം നമുക്കൊരു വീഡിയോസ് ഇതാണ്, ഈ ഡാൻസാണ് വേണ്ടത്, ഈ ഡാൻസിനനുസരിച്ചിട്ടുള്ളത് നമ്മളെ ഫോട്ടോസ് ഇട്ട് കൊടുത്താൽ, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഫോട്ടോസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മൂവ് കിട്ടും. അപ്പം ഞാൻ ഓൾറെഡി ഇതൊരു ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഒന്നും കൂടി ഞാൻ ട്രൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ ഓൾറെഡി ഒരു ഫോട്ടോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ഫോട്ടോസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു മങ്കിൻ്റെ ഫോട്ടോസാണ് ഇത്, ഓൾറെഡി ഫണ്ണി. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞാൻ തന്നെ ഇപ്പോൾ ഡാൻസ് കളിപ്പിച്ച് കാണിച്ചല്ലോ. അപ്പോൾ അതുപോലെ ഈ നമ്മൾ ഇടുന്ന ഫോട്ടോസ് ഓട്ടോമാറ്റിക്കലി ഡാൻസ് ആയിട്ട് വരും കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കാം, ഒന്നും കൂടി കൊടുക്കുന്ന സമയത്ത് എന്ത് ഡാൻസാണ് വരുന്നത് നോക്കാം. കുറച്ച് നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ അത് ആ ഫോട്ടോസിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. ഇതൊന്നും എടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഇട്ട് കൊടുക്കാം. എന്ത് കാണിക്കാൻ നോക്കാം. ഓക്കെ, അതെന്താണ്, ഫോട്ടോസ് ടു ആപ്പ് ഇൻസ്റ്റാൾ പേഴ്സൺ. ഓക്കെ, വേറെ എന്തോ ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു മനുഷ്യൻ്റെ ഫോട്ടോ പോകണമെന്നാണ് പറയുന്നുള്ളത്. അപ്പോൾ അതിന് മങ്കി ടാബല്ല. അപ്പോൾ വേറെ ഫോട്ടോ ഇട്ട് കൊടുക്കാം, ഈ പെൺകുട്ടീൻ്റെ ഫോട്ടോ ഇട്ട് കൊടുക്കാം. നോക്കട്ടെ എങ്ങനെയാണ് വരുന്നുള്ളത് നോക്കട്ടെ. അത് ജനറേറ്റ് ആകുന്നുണ്ട്. അപ്പോൾ മങ്കിൻ്റെ ഫോട്ടോ ആവാത്തത് കൊണ്ടായിരിക്കും. വേറെ മങ്കിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്കത് ഞാൻ വേറെ ഇതിൽ കാണിച്ചു തരാം.
ഇമേജ് ടു വീഡിയോയിൽ പറ്റും കേട്ടോ. ഇമേജ് ടു വീഡിയോയിൽ നമുക്ക് വീഡിയോ എന്ത് വീഡിയോ ആണ് വേണ്ടത്, ഡാൻസ് ആണോ അല്ല വേറെ എന്തെങ്കിലും ആണോ, എങ്ങനെയാണ് വേണ്ടത്, അതിൽ ഇമേജ് ടു വീഡിയോയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൽ കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോ പ്രാവശ്യം അപ്ഡേറ്റ് വരുന്നുണ്ട്. ഫസ്റ്റ് ഇമേജ് ടു വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇപ്പോൾ നമുക്ക് എന്ത് ഫോട്ടോ ആണ് കിട്ടിയിട്ടുള്ളത്, അതാ ആ പെൺകുട്ടി ഓൾറെഡി തിരിയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കത് വേണ്ട. അപ്പോൾ ബാക്ക് പോയതിന് ശേഷം നമുക്ക് അതേ പെൺകുട്ടീനെ വേറെ രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇവൻ്റെ ഓക്കെ കുൻഫു രൂപത്തിലാക്കണോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഡാൻസ് ആക്കണോ, ഓക്കെ ഈ പെൺകുട്ടീനെ ഈ ഡാൻസ് കളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ ഡാൻസ് കളിപ്പിക്കാം. നമ്മൾ തന്നെ ഫോട്ടോസ് ഇടണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഏതെങ്കിലും ഒരു വേറെ ഫോട്ടോസ് കിട്ടുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഇഷ്ടംപോലെ ഫോട്ടോസ് ഉണ്ടല്ലോ. ഞാൻ ഓൾറെഡി കുറച്ച് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുതരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടുതരാം. നിങ്ങൾക്ക് അതിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ഓൾറെഡി ഫോട്ടോസ്, അപ്പോൾ ആ ഫോട്ടോസ് വീഡിയോസ് നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിത് കോപ്പിറൈറ്റ് ഒന്നും വരത്തില്ല, ടെൻഷനൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഓക്കെ അതുപോലത്തെ വീഡിയോസ് വേറെ ആളുണ്ടാവില്ലല്ലോ. ഓക്കെ ആ പെൺകുട്ടി ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. ഇതാ അപ്പോൾ നമുക്ക് പഞ്ചാബി ഡാൻസാണ്. അപ്പോൾ നമുക്ക് പഞ്ചാബി സോങ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഓക്കെ ഒരു സോങ് ഇട്ട് കൊടുക്കാം. ഇവിടെ താഴത്ത് നിങ്ങൾക്ക് പഞ്ചാബി സോങ് ഏത് സോങ്ങാണ്, തെലുങ്ക് സോങ് വേണമെങ്കിൽ തെലുങ്ക് സോങ് കിട്ടും കേട്ടോ. ഓക്കെ ഈ സോങ് ചിലപ്പോൾ അതിന് മാച്ച് ആയിരിക്കും. നിങ്ങൾക്കത് അതായിരിക്കും. ഇപ്പം നമ്മൾ ഷോർട്സ് കാണുന്ന സമയത്ത് നമുക്ക് കുറേ ഷോർട്സ് കണ്ടിരിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഈ സോങ്ങും മ്യൂസിക്കും മാച്ച് ആയിരിക്കും. ഓക്കെ ഒരു വീഡിയോ കിട്ടിയില്ലേ. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇതേ ഒരു സ്ഥാനത്ത് നിങ്ങളെ ഫോട്ടോസാണ് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡാൻസ് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ വേറൊരു ഫോട്ടോസും കൂടി അത് അപ്ലോഡ് ചെയ്തു. അതിന് ശേഷം വേറൊന്ന് എടുക്കാം. വേറൊന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഇനി വീഡിയോ ഇത് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഫോട്ടോ ടു വീഡിയോ എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്ന് നോക്കാം. ഫോട്ടോ ടു വീഡിയോ ചെയ്ത് വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് ഫോട്ടോസാണോ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോട്ടോസ് എടുക്കട്ടെ. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ഫോട്ടോസ് ഇടുന്നുണ്ട്. ഈ ഫോട്ടോസ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു താജ്മഹൽ എന്തോ പള്ളി എന്തോ കെട്ടുന്നത് ഒരാൾ. ഇത് ഓൾറെഡി ഫോട്ടോ കിട്ടിയത് ക്രോമിലുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ക്രോമിലുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ആ ഫോട്ടോ സെറ്റിങ്സ് ഓൾറെഡി നോക്കിയിട്ട് ഇത് നമുക്ക് കുറച്ച് പ്രോംപ്റ്റുകൾ തരും കേട്ടോ. നമുക്ക് യൂട്യൂബിൽ തന്നെ കുറച്ച് പ്രോംപ്റ്റുകൾ തരും. ഈ പ്രോംപ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഏതാണോ വേണ്ടത്, ഇപ്പോൾ ഇതിൽ ഓൾറെഡി പ്രോംപ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ വീഡിയോസിന് എന്താണോ വേണ്ടത് ആ രൂപത്തിലായിരിക്കും പ്രോംപ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാത്തിലും ബാംബു എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ബാംബു വെച്ചിട്ടുള്ള ഒരു വീഡിയോസ് ആണെന്ന് ഓൾറെഡി ഇത് ഈ AI ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്താണ് വേണ്ടത് നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏത് ഓപ്ഷൻസാണ് നമുക്ക് വേണ്ടത്, ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻസാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ അതൊന്നും വേണ്ട, നമുക്കിവിടെ പ്രോംപ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ സ്റ്റൈലിൽ പ്രോംപ്റ്റ് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് എന്താണോ വേണ്ടത് അപ്പോൾ ആ സ്റ്റൈലിലുള്ള പ്രോംപ്റ്റ് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പ്രോംപ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി പ്രോംപ്റ്റ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് മൂവ് എന്നാ അങ്ങനെ ജസ്റ്റ് മൂവ് എന്ന് അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അങ്ങനെ വരും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോംപ്റ്റ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാനിത് ഫസ്റ്റത്തെ പ്രോംപ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പ്രോംപ്റ്റ് അവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് കോപ്പി കൊടുക്കുക. അല്ലാതെ നമുക്ക് നമ്മളെ സ്റ്റൈലിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എഴുതി കൊടുക്കാൻ പറ്റും കേട്ടോ. വളരെ സിമ്പിളാണ്. നിങ്ങളെ സ്റ്റൈലിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്നെക്കാളും കൂടുതൽ അറിവ് കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. അപ്പം നിങ്ങൾക്ക് എന്താണോ ഇത് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഞാൻ വരില്ല കേട്ടോ. അത് ഓൾറെഡി ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അത് വീഡിയോ എങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടത്, ഏത് ടൈപ്പ് വീഡിയോസാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് വീഡിയോസിന് ഓൾറെഡി ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഓൾറെഡി ഇത് കൊടുക്കുന്നുണ്ട്. അത് എങ്ങനെ കാണിച്ചു തരാം, ഞാൻ ജസ്റ്റ് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഐഡിയയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഓൾറെഡി അത് ക്ലിക്ക് ചെയ്ത് ഫസ്റ്റത്തെ പ്രോംപ്റ്റിൽ ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് പ്രോംപ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് ജനറേറ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഒരു വീഡിയോ ആയിട്ട് കിട്ടും കേട്ടോ. ഓക്കെ കുഴപ്പമില്ല ഓൾറെഡി ഇതാകുന്നുണ്ട് കേട്ടോ.
പണിയെടുക്കുന്ന ഒരാൾ കൂലി പണിയെടുക്കുന്നത് പോലെ തന്നെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് വീഡിയോസ്. ഇനിയിപ്പോൾ നമുക്കത് വേണ്ട, നമുക്കിപ്പോൾ വേറെ പ്രോംപ്റ്റാണ് കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്കപ്പ് പോവുക. ബാക്കപ്പ് ആയിട്ട് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് വീഡിയോ ടു ഡ്രോൺ ഷൂട്ടിംഗ്. ഓക്കെ, ഞങ്ങൾക്കത് ഒരു ഡ്രോൺ ഷൂട്ട് ചെയ്യുന്ന രൂപത്തിൽ വേണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഡ്രോൺ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട്, ഓക്കെ ഡ്രോൺ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ രൂപത്തിൽ കിട്ടുന്നുണ്ടോ നോക്കാമല്ലോ, ട്രൈ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് ഇതിപ്പോൾ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എന്ത് രൂപത്തിൽ വേണമെങ്കിൽ ചെയ്തോളൂ. നിങ്ങൾ ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്താൽ മാത്രമേ അത് പോകത്തുള്ളൂ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്ത് നോക്കാൻ മാത്രമേ ഉള്ളൂ. ഫ്രീ ആണ്, ഫുള്ള് ഫ്രീ ആണ്. യൂട്യൂബിന് ₹1 വേണം, ചിലവില്ല, അല്ല ഫുള്ള് ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് രൂപത്തിലാണോ നിങ്ങൾക്ക് വേണ്ടത് പല പല രൂപവും ട്രൈ ചെയ്യാട്ടോ. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് എന്ന് തോന്നിയത് മാത്രം നിങ്ങൾക്ക് ഇതൊക്കെ. ഓൾറെഡി ഇത് വേറെ രൂപത്തിലാണ് കിട്ടിയത്, പക്ഷേ ഡ്രോൺ ഷൂട്ട് ചെയ്യുന്ന നോക്കുന്നില്ല. വന്നിട്ടുണ്ട് കേട്ടോ, കറക്റ്റ് ഡ്രോൺ ഷൂട്ട് ചെയ്ത പോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ് പോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ വീഡിയോവും വന്നിട്ടുണ്ട്, അതിന് ശേഷം ഡ്രോൺ ഷൂട്ട് ചെയ്യുന്ന രൂപത്തിലും വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ പെർഫെക്റ്റ് ആയല്ലോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിലൊന്നും ഉണ്ടായിരുന്നില്ല, ബാക്കിലൊരു കാർഡ് പിടിച്ചൊരു ജാഗ പോലെ ഉണ്ടായിരുന്നത്, പക്ഷേ കറക്റ്റ് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഡ്രോൺ ഷൂട്ട് ചെയ്ത പോലെ നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ബാക്കപ്പ് കേട്ടോ. ബാക്കപ്പ് പോയതിന് ശേഷം നമുക്ക് വേറെ ഏതെങ്കിലും ഒരു പ്രോംപ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ പ്രോംപ്റ്റ് കൊടുക്കാം. അതേപോലെ വീഡിയോ ടു ജനറേറ്റിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനത്തെ പല പല ഇതുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പക്ഷീൻ്റെ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വേറെ കുറേ ഫോട്ടോസ് ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വേറൊരു ഇത് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂങ്ങൻ്റെ ഫോട്ടോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ മൂങ്ങൻ്റെ ഫോട്ടോ ഫസ്റ്റ് ഇത് AI വെച്ചിട്ട് അനാലിറ്റിക്സ് ചെയ്യൂ, എന്താണ് ഇത് സംഭവം, ഈ പിക്ചർ എന്താണെന്ന് മനസ്സിലാക്കൂ. ഏത് ഈ AI യൂട്യൂബിൻ്റെ ഈ ഷോർട്ടിലുള്ള AI ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം എന്താണ് വേണ്ടത് നമുക്ക് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു പ്രോംപ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പ്രോംപ്റ്റ് കൊടുത്താലും നമുക്ക് ഇതാക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ രീതിയിൽ വേണ്ടത് എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി താഴത്തോട്ടോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കിട്ടും. ഇനിയിപ്പോൾ ഞാൻ ഓൾറെഡി ഒരു മൂങ്ങൻ്റെ ഫോട്ടോസാണ് ഇട്ടിട്ടുള്ളത്. അതിപ്പോൾ എന്ത് കിട്ടുന്നതെന്ന് അറിയില്ല. ഞാൻ ഓൾറെഡി ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വന്ന പ്രോംപ്റ്റ് ഞാൻ വായിച്ച് നോക്കിയില്ല, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ കിട്ടും നോക്കാം. വരുന്നുണ്ട്, ജനറേറ്റ് ആവുന്നുണ്ട് കേട്ടോ. ജനറേറ്റ് ആവുന്നുണ്ട്, കുറച്ച് സമയം എടുക്കും തോന്നുന്നു. മൂങ്ങ തല ധരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് മിനിച്ചറെല്ലാം വന്നിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട്. നേരെ തല തരുന്ന ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് അത്ര മൂവ്മെൻറ്റേ കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. സൗണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കപ്പ് പോവുക. വേറെ പ്രോംപ്റ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ വേറെ പ്രോംപ്റ്റ് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതെന്താണ് വരുന്നത് നോക്കാം. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, വന്നിട്ടുണ്ട്. 99% ആയിട്ടുണ്ട്. കുറച്ച് അത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടേ ഉള്ളൂ. അത്ര സമയത്ത് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത് വരും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വരും. ഓക്കെ, കിട്ടി. ശരി, വേറൊരു ആളും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. എക്സ്ട്രാ ഒരാളും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ 2 ആൾ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്താണ് വരുന്നത് അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി വരും കേട്ടോ. അത് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്കിത് സൗണ്ട് ഓഫ് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ സൗണ്ട് ഓൺ ചെയ്യാം. അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ അത് ഓക്കെ. അതിനുശേഷം ഇനിയിപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താ വെച്ചാൽ വീഡിയോ ടു ഇത് മനസ്സിലായല്ലോ, എന്താണ് വീഡിയോ ഇമേജ് ആയിട്ട് കിട്ടുമെന്ന്. ഇനി ഇമേജ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം നമുക്കൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണം.
ഇമേജ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്ത് ടൈപ്പ് ഇമേജാണ് വേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ക്യാറ്റ്, വണ്ടി, ഓക്കെ. വണ്ടി ഞാൻ ഓൾറെഡി ഒരു കാർ എടുക്കുന്നുണ്ട്. കാർ എടുത്തിട്ട് നമുക്ക് ഏത് സ്റ്റൈലാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്റ്റൈൽ കൊടുക്കാം കേട്ടോ. ഈ ഒരു സ്റ്റൈൽ കൊടുക്കുക, ജനറേറ്റ് ക്ലിക്ക് ചെയ്യുക. ജനറേറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നത് നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് ഒരു 4-5 ടൈപ്പിലുള്ള കാറുകൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ കാറാണ് വേണ്ടത്. ഈ കാറ് ജസ്റ്റ് ഒന്ന് ഈ കാറിനെ നമുക്ക് വീഡിയോയിലേക്ക് കൺവേർട്ട് ആക്കണം. ഓക്കെ. അപ്പോൾ വീഡിയോയിലേക്ക് കൺവേർട്ട് ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ ക്രിയേറ്റ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻസ് താഴത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ക്രിയേറ്റ് വീഡിയോ. ഈ ക്രിയേറ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കാറ് മൂവ് ആകുന്നതോ അല്ലെങ്കിൽ റേസിങ് ചെയ്യുന്നതോ പോകുന്നതോ ആയിട്ട് നമുക്ക് കിട്ടുകയാണ്. നമുക്ക് ഫസ്റ്റ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇന്നത് കിട്ടും എന്നുള്ളത്. നമുക്ക് ആദ്യം പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളടുത്ത് എന്തെങ്കിലും ഒന്ന് കിട്ടും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ആദ്യം പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റായിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടിയ വീഡിയോസ് നോക്കിയിട്ടാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. കാർ റേസിങ് അടിപൊളിയായിട്ട് കാർ റേസിങ് ആവുന്നുണ്ട്. ഓക്കെ. സൗണ്ട് അടക്കം വന്നിട്ടുണ്ട്. ഓക്കെ. നമുക്കിപ്പോൾ വേറൊരു ആൾക്കാരുടെ വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീഡിയോയും കിട്ടി, ഇമേജും കിട്ടി, വീഡിയോയും കിട്ടി. ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ കൊടുക്കുക, അപ്ലോഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ. ഞാനിപ്പോൾ ഇതിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനിയിപ്പോൾ വേറെ ഇപ്പം നമുക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ എടുക്കാം ഇമേജ്. ഇപ്പോൾ ഇമേജ് നേരത്തെ യൂസ് ചെയ്ത ഇമേജ് കുറേ ഉണ്ടല്ലോ ഇവിടെ. കുറേ ഇമേജ് ഇപ്പോൾ വേറെ കാറുണ്ട്. ഓക്കെ. അപ്പോൾ വേറെ ഒരു കാറിൻ്റെ വീഡിയോസ് ഇത് എങ്ങനെ റേസിങ് ഉണ്ട് നോക്കാം. ജസ്റ്റ് ഒന്ന് അതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. നേരത്തെ നമ്മളിപ്പോൾ ഒരു കാറിൻ്റെ ചെയ്തല്ലോ, അതേപോലെ നമുക്ക് വേറെ കാറിൻ്റെ 4 കാറിൻ്റെ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് അപ്ലോഡ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ജനറേറ്റ് ചെയ്ത് കിട്ടിയ വീഡിയോസ് രണ്ടാമത് അതേപോലെ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ഇതിൽ സ്ക്രീൻ റെക്കോർഡ് ഓപ്ഷൻ ഉണ്ട്. സ്ക്രീൻ റെക്കോർഡ് ഓപ്പൺ ചെയ്യുക. സ്ക്രീൻ റെക്കോർഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഓൾറെഡി സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഇത് വേറൊരു ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. വേറൊരു ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഓപ്ഷൻ വേണ്ട, നമുക്കിപ്പോൾ വേറെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്കപ്പ് പോയിട്ട് ഏത് വണ്ടിയാണ് നമുക്ക് വേണ്ടത്, ഈ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടി കൊടുക്കാം. ഇനിയിപ്പോൾ ക്രിയേറ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാറിൻ്റെ ആയതുകൊണ്ട് റേസിങ് മാത്രമേ വരുള്ളൂ കേട്ടോ. വേറൊന്നും വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്കപ്പ് പോവുക. ഞാനത് നേരത്തെ 2 കാണിച്ചല്ല, അപ്പോൾ അതുകൊണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആ ഫോട്ടോ വേണ്ട, നമുക്ക് വേറെ ഫോട്ടോ ആണ് വേണ്ടത്. എന്നാൽ ട്രൈ അഗൈനിൽ ക്ലിക്ക് ചെയ്യുക. ട്രൈ അഗൈനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വേറെ ഫോട്ടോസ് കിട്ടും. ഈ ഫോട്ടോസ് മൊത്തം പോകും. ഈ ഫോട്ടോസ് മൊത്തം പോയിട്ട് നമുക്ക് വേറെ ഇമേജ് ആയിരിക്കും വരുന്നുള്ളത്, വേറെ കാറിൻ്റെ ആയിരിക്കും വരുന്നുള്ളത്. ഓക്കെ. ഇവിടെ കുറേ വേറെ കാർസുകൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ട്രൈ അഗൈൻ ഒന്നും കൂടി കൊടുത്തു കഴിഞ്ഞാൽ വേറെ കാർ വരും. അതേപോലെ കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ അത് വേണ്ട, ഞാൻ ഓൾറെഡി ബാക്കപ്പ് പോകുന്നുണ്ട്. അതിനുശേഷം ആ കാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ രൂപത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ഇമേജിൽ ക്ലിക്ക് ചെയ്യാം. ഫോട്ടോ മാറ്റാൻ പറ്റും, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ പറ്റും, കാറിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആ ഷാഡോ എഫക്ട്സ് പോയിട്ട് വേറെ ഷാഡോ എഫക്ട്സ് വന്ന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേറെ വന്ന് വേറെ പുതിയ കാറുകൾ കുറേ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാറ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് ബാക്കപ്പ് പോവുക. ഇനിയിപ്പോൾ കാറല്ല വേണ്ട, നമുക്ക് വേറെ ഏതെങ്കിലും വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇമേജിൽ പോവാം. ഓക്കെ. ഇമേജിൽ പോയിട്ട് നമുക്ക് ഇവിടെ ഡ്രാഗന അല്ലാണ്ട് ഫാൻഡായ അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഓൾറെഡി വന്നിട്ടുണ്ട് അവിടെ. നിങ്ങൾക്കിതിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇമേജ് ജനറേറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇമേജ് ജനറേറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി നമ്മൾ നേരത്തെ എടുത്ത കാറുണ്ടല്ലേ, ഇതിപ്പോൾ വേറെ ഒന്ന്. അതിനുശേഷം ഓക്കെ, ഇത് വേറൊരു ഓപ്ഷനാണ്. ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതാണോ ഓപ്ഷൻസ് വേണ്ടത് അതേപോലെ നമുക്ക് നേരത്തെ പോലെ തന്നെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടുന്നത് നോക്കാം കേട്ടോ. ഇതൊരു ബൊമ്മയായിരുന്നു. ആ ബൊമ്മനെ ഏത് രൂപത്തിൽ കിട്ടുന്നതെന്ന് അറിയത്തില്ല. നോക്കിയിട്ട് നമുക്ക്
സെലക്ട് ചെയ്യാം കേട്ടോ. എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, ഇതൊരു ബൊമ്മ എന്ന് പറഞ്ഞാൽ ഫാൻഡ, ഒരു വേറെ ടൈപ്പ് ഫാൻഡാണ്. അപ്പോൾ ഈ ഫാൻഡാൻ എന്ത് ചെയ്യുക, നമുക്കിതിപ്പോൾ ഒരു റൈസിങ് പോലെയാണ് ഉള്ളത്. ക്രിയേറ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും നോക്കാം. നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി ഷോർട്ടിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതിൽ തന്നെ വീഡിയോ ചെയ്യാം. വീഡിയോ ഇതിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഏത് രൂപത്തിലാണ് വേണ്ടത്, ഏത് കാറ്റഗറിയിലാണ് വേണ്ടത്, നിങ്ങൾ ഇതന്നെ കണ്ടിന്യൂ ചെയ്താലും മതി ഡയറക്റ്റായിട്ട്. നിങ്ങൾക്ക് വേറൊരാളുടെ വീഡിയോസ് അതിന് കുറേ ഇത് കോപ്പിറൈറ്റ് കിട്ടുമെന്ന് പേടി, ഉള്ളിൽ ഒരുക്കൽ, ഇങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് വീഡിയോ, ഷോർട്ട് വീഡിയോ ഇടാം. ഓക്കെ, എന്ത് അടിപൊളി വീഡിയോസാണ് കിട്ടിയിരിക്കുന്നത് നോക്കിയാൽ. ഇങ്ങനത്തെ പല പല വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് ആകെ ഒരു 5 മിനിറ്റിൻ്റെ പണിയേ ഉള്ളൂ. ഓക്കെ, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, പ്രോപ്പറായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇതെന്തിട്ട് ഇവിടെ സ്റ്റക്കായിപ്പോയല്ല. എൻ്റെ വീഡിയോ റെക്കോർഡിങ് ഇവിടെ സ്റ്റക്കായിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് കുറച്ച് വെയിറ്റ് ചെയ്യാം.